1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, കഴിഞ്ഞ ബജറ്റിലൊക്കെ നമ്മൾ ആ പ്രഖ്യാപനം കണ്ടതാണ്. പെൻഷൻ കൂട്ടുന്നതും അതിനു മുമ്പുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ പെൻഷൻ തുക ഫെബ്രുവരി മുതൽ തന്നെ നൽകുന്നു എന്ന തീരുമാനം കൂടി വരുന്നു. വിശദാംശങ്ങൾ. തന്നെ കൃത്യമായ മാസങ്ങളിൽ ഈ 2000 രൂപ എന്നുള്ള പെൻഷൻ നൽകി പോന്നിരുന്നു. കുടിശ്ശിക നിലവിലില്ല. എന്തായാലും ഫെബ്രുവരി മാസത്തെ പെൻഷനാണ് 25 മുതൽ ലഭിച്ചു തുടങ്ങുന്നത്. 20 ലക്ഷത്തിലധികം പേർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും. ബാക്കിയുള്ളവർക്ക് സഹകരണ സ്ഥാപനങ്ങൾ വഴി നേരിട്ട് വീട്ടിലെത്തി പണം വിതരണം ചെയ്യും. ഈ രീതിയിലാണ് 62 ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കുക. നിലവിൽ 1050 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.